എന്തിനാ ഏട്ടാ ഇത്? അതൊക്കെ ഉണ്ട്. ഏട്ടാ, ഏട്ടനിത് എന്താ പറ്റിയേ? ദേ ഭക്ഷണം കൊണ്ടുവന്നു, എടുത്തു കഴിക്കേ. എനിക്ക് വേണ്ട. നിരാഹാരമാണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. പട്ടിണി കിടന്ന് എന്തെങ്കിലും വരുത്തിയിട്ട് പോലീസിന്റെ തോളെ കുതിര കയറാനായിരിക്കും. എടുത്തു കഴിച്ചേ. തട്ടി നീക്കുന്നോ? സപ്രമഞ്ചക്കട്ടിലിരിച്ച് തരാത്തോണ്ടാണോ? ഇവിടുത്തെ ഏറ്റവും വലിയ മര്യാദയാ ഞാനീ കാണിച്ചത്. മറ്റുള്ളവരെ ഈ മര്യാദ കാണിക്കണമെന്നില്ല. നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും വിശപ്പുണ്ടെങ്കിലല്ലേ എനിക്ക് കഴിക്കാൻ പറ്റൂ. എനിക്ക് വിശപ്പില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നുമില്ല. വേണ്ടെങ്കി വേണ്ട, ഞാനിത് കൊണ്ടുപോവാ. അത്രയ്ക്ക് വാശി പാടില്ലല്ലോ. ഏട്ടാ, ഏട്ടാ, കഴിക്കുന്നില്ലേ? അല്ല, ചോറിന് ഇരിപ്പുണ്ടോ? ഉണ്ട്, ചോറുണ്ട്, കറിയുണ്ട്. നീ ആ കത്തി ഇങ്ങെടുത്തേ. എന്തിനേട്ടാ? നീ പറയുന്ന കേക്ക്. അല്ല ഏട്ടാ, ഏട്ടനിത് എങ്ങോട്ടാ? ഇതങ്ങോട്ട് വെച്ച്. നീ ഇല തുടങ്ങി ഒരു തുണി എടുത്തേ. എന്തിനാ ഏട്ടാ ഇത്? അതൊക്കെ ഉണ്ട്. ഇത് ആർക്കാ ഏട്ടാ ഈ ചോറ്? അത് പറയാൻ മോളെ. അതെ, ഇന്ന് തന്നെ കൊണ്ട് ചോറ് കഴിപ്പിക്കുമെന്ന് ഞാൻ ശപഥം എടുത്തേക്കുക. ദേ, അതിനുവേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ തോരൻ വരെ തയ്യാറാക്കി. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല രോഹിത്. അതൊക്കെ തന്റെ സ്ഥിരം നമ്പറുകളല്ലേ, അതൊന്നും ഇന്ന് എന്റെ മുമ്പിൽ ചെലവാകില്ല. കഴിച്ചേ വെക്കൂ, കഴിക്കേ. അല്ല, എന്നാലേ അവിടെങ്ങാനും മൂടി വെച്ചേക്ക്, ഞാൻ കുറച്ച് കഴിയുമ്പോ എടുത്ത് കഴിച്ചോളാം. ആ നമ്പറും എനിക്കറിയാം. കുറച്ച് കഴിയുമ്പോ ഞാൻ തന്നെ ഇത് അടുക്കളയിലേക്ക് എടുത്തോണ്ട് പോകേണ്ടി വരും. എനിക്കിപ്പോ വിശക്കുന്നില്ല രോഹിത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? തന്നെ കൊണ്ട് ഇത് കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ദാ കഴിക്കേ. വാ തുറന്നേ. തുറക്കാൻ പറഞ്ഞ തുറക്കണം. അയ്യേ, ഇതൊന്നും വേണ്ട, ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാന്നേ. എന്നാ താൻ കഴിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. കഴിച്ചു കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കഴിക്കേ, കഴിക്കേ. ദേ, മുഴുവൻ എടുത്ത് കഴിച്ചോണം കേട്ടോ. അപ്പോ വിശപ്പില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നതല്ലേ? എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് രോഹിത്. അതെല്ലാം വന്ന് ഈ നെഞ്ചിനകത്ത് കെട്ടി നിൽക്കുന്ന പോലെ തോന്നുവാ. ഏയ്, അതെല്ലാം മാറുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? അതെല്ലാം മാറണം. അതിന് രോഹിത് എന്നെ സഹായിക്കണം. എടോ, ഞാനുണ്ടല്ലോ കൂടെ. അതെ,
ഓരോന്നോരോന്നായി പറ. സാധിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം. എനിക്ക് ആ, എനിക്ക് നമ്മുടെ പപ്പി മോളെ ഒന്ന് കാണണം. അവൻ എന്നെ നിന്ന് അകന്നു പോയപ്പോഴാ എന്റെ മനസ്സെന്റെ കൈവിട്ട് പോയത്. എനിക്കത് തിരിച്ചു പിടിക്കണം. അതിനെനിക്ക് പപ്പിമോളെ കാണുക തന്നെ വേണം. എടോ, അതിനെന്താ പ്രശ്നം? നമുക്ക് നാളെ തന്നെ പപ്പിമോളെ പോയി കാണാം. അത് വേണ്ട, ഇപ്പൊ പോണം. അല്ല, ഇപ്പോഴെങ്ങനെ പോവാനാ? പപ്പിമോൾ ഉറങ്ങിയിട്ടുണ്ടാവും. എനിക്കിപ്പോ പോണമെന്ന് പറഞ്ഞാ പോണം. അല്ല, ഇപ്പോഴീ രാത്രിയിൽ പോണമെന്ന് പറഞ്ഞാ, അല്ല നമ്മൾ ഈ ആ സമയത്ത് കയറി ചെല്ലുമ്പോഴേ അവരൊക്കെ എന്ത് വിചാരിക്കും? നമുക്കേ നാളെ അതിരാവിലെ തന്നെ പോയേക്കാം. പോരെ? പോരാ. അല്ല ശ്യാമേ, ഇന്നിനി എനിക്ക് പോണമെന്ന് പറഞ്ഞാ പോണം. എനിക്ക് പപ്പിയെ കാണണമെന്ന് പറഞ്ഞാ കാണണം. ശ്യാമേ, എന്നെ ഇപ്പൊ കൊണ്ടുപോയില്ലേ? പറ, കൊണ്ടുപോയില്ലെന്ന്. കൊണ്ടുപോയില്ലേ? കൊണ്ടുപോവാം. എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം. എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണം. കണ്ടേ പറ്റൂ. അയാളായിരുന്നു ആകെ ഒരു സഹായത്തിനുണ്ടായിരുന്നത്. അയാളെ ഓടിച്ചു. ഇനി എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഞാൻ ആരെ വിളിക്കും? അയാളെ വഴക്ക് പറഞ്ഞാൽ പിന്നെ അയാൾ പോകത്തില്ലേ? അയാളെന്തിനാ ഈ ചീത്തയെല്ലാം കേട്ടോണ്ട് ഇവിടെ കിടക്കുന്നേ? അയാൾ പറഞ്ഞത് കറക്റ്റാ. ആ കൊച്ചേ ഒരു സങ്കട കടലാ. അതിനകത്ത് ഈ വീട് മുങ്ങി താഴും. അച്ഛൻ ഗുളിക കഴിച്ചില്ല. ആ പൊന്നിന്റെ അവിടെ ഇല്ലേ? പൊന്നി മോളുടെ അടുത്താ. ഇപ്പൊ അതിന്റെ കാര്യം നോക്കാൻ ഇവിടെ ആളുള്ളു. എനിക്ക് കൈസായത്തിന് ആളുണ്ടായിരുന്നു. അയാൾ ഇപ്പൊ ഇല്ല. മിക്കവാറും ഇനിയിപ്പോ അങ്ങോട്ട് മരുന്ന് വെള്ളം ഉണ്ടാകത്തില്ല തോന്നുന്നു, ഇല്ലയോ? എന്തിനാ അച്ഛൻ ഇങ്ങനെ മുന വെച്ച് സംസാരിക്കുന്നത്? അച്ഛന്റെ കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ മരുന്നും വെള്ളമായിട്ട് വന്നത്. അച്ഛൻ ഈ ഗുളിക അങ്ങോട്ട് കഴിച്ചേ. അതെ, ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് നീ എടുത്തോണ്ട് തന്നു. പകലാണെങ്കിലോ എനിക്ക് മരുന്ന് വെള്ളം എടുത്തു തരാൻ ആരാ ഇവിടെ ഇരിക്കുന്നേ? പിള്ളേ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നു. സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഓരോന്ന് എടുത്തു വരുമായിരുന്നു. ഇനിയിപ്പോ ആരാ അവിടെ ഉള്ള? പിന്നെ പൊന്നിക്കാണ് പിടിപ്പത് പണിയുമായി. ഇനിയിപ്പോ ചുമച്ചും കുറച്ചുകൊണ്ട് ഇവിടെ വടക്കോട്ട് വാങ്ങി ഇരുന്നാ മതി. തെക്കുന്ന് വരുന്ന വണ്ടിയൊക്കെ എണ്ണ. അച്ഛൻ പിള്ളച്ചേട്ടനെ ഞാനായിട്ട് പറഞ്ഞു വിട്ടതല്ലോ. പിള്ളച്ചേട്ടൻ പറഞ്ഞ വാക്കുകൾ വല്ലാതെ കൊണ്ടപ്പോ ഞാൻ അതൊന്ന് തിരുത്താൻ നോക്കിയെന്നേ ഉള്ളൂ. അതിന് പിള്ളച്ചേട്ടൻ ഇങ്ങനെ ഇറങ്ങിപ്പോവെന്ന് ഞാൻ കരുതിയില്ല. അച്ഛാ, പോയാലും എവിടം വരെ പോവും? അച്ഛനെ പിരിഞ്ഞിരിക്കാൻ പിള്ളച്ചേട്ടന് പറ്റുമോ? അല്ലെങ്കിൽ അച്ഛൻ കണ്ടോ, നാളെ നേരം വെളുക്കുമ്പോ നമ്മുടെ വീടിന് മുന്നിൽ ആള് നിപ്പുണ്ടാവും.